നമസ്കാരം. ഇന്നത്തെ ഇത് വന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഓർക്കുന്ന വിധമാണ്. ഇടയ്ക്ക് പല സ്ഥലത്ത് പല വിധത്തിലാണ് കോർത്ത് കാണുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്ത് ഒരു വിധമായിരിക്കാം, അത് തൃശ്ശൂരിൻ്റെ പല സ്ഥലങ്ങളിൽ പല വിധങ്ങളായിരിക്കാം. പാലക്കാട് മറ്റൊരു വിധത്തിലായിരിക്കാം, കോഴിക്കോട് ഭാഗത്ത് പോയാൽ മറ്റൊരു വിധമായിരിക്കാം. അങ്ങനെ പല വ്യത്യാസങ്ങൾ ഇടയ്ക്ക് കോർക്കുന്നതിലും കെട്ടുന്നതിലും ഒക്കെ കാണുന്നുണ്ട്. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരവരുടെ കാഴ്ചപ്പാടിൽ എല്ലാം അവർക്ക് ശരിയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പം അതുകൊണ്ട് തെറ്റ് ഏത് ശരി ഏതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാനിവിടെ പിന്തുടരുന്നത്, ഞാൻ പല്ലാവൂരപ്പന്മാരാണ്. ഇടയ്ക്കയിലെ ലോകം കണ്ട, അതായത് ഇടയ്ക്ക ഭാരത ചരിത്രത്തിലെ എക്കാലത്തെയും പ്രതിഭയായ അദ്ദേഹത്തെ പോലെ ഒരാൾ ജനിച്ചിട്ടുമില്ല, ഇനിയൊട്ട് ജനിക്കുമില്ല. അപ്പം അത്രയും വലിയ മഹാനായ കലാകാരൻ. അതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനായ പട്രാത്ത് ശങ്കരമാരാർ, പാട്രാക്കൽ ശങ്കരമാരാർ, തൃശ്ശൂരിൽ പാട്രായ്ക്കൽ അവിടുത്തെ. അപ്പോൾ അദ്ദേഹം ഇവരൊക്കെ പിന്തുടരുന്ന വിധമാണ്. പിന്നെ മാത്രമല്ല, പാലക്കാട് ഭാഗത്ത് മാരാർ സമുദായക്കാർ പിന്തുടരുന്ന സമുദായം, അങ്ങനെ വേണമെച്ചാലും പറയാം. അപ്പോൾ ആ വിധമാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പോൾ കുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുതിയ കുറ്റിയാണ്. ഞാനിത് ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. പുതിയ ഡിസൈനൊക്കെ ആയിട്ട് പുതിയ കുറ്റിയാണ്. വിനായകനൊക്കെ വരച്ച് പുതിയ കുറ്റിയാണ്. അതേപോലെ തന്നെ വട്ടത്തിൽ വളയിൽ തോലൊക്കെ മാടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വട്ടത്തിലും ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്ത് നമ്മളതിനൊരു പുതിയൊരു ടെക്നിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിത് കോർക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കോർക്കുക വെച്ചാൽ അത് നോക്കിക്കോളൂ. അവിടുന്ന് തന്നെ, അതായത് ഈ കുറ്റി എങ്ങനെ എടുക്കുക, അതായത് ഈ കുറ്റി എടുത്തിട്ട് എടുത്തു. എന്നിട്ട് രണ്ട് ഭാഗം എടുക്കുമ്പോൾ ആദ്യം എപ്പോഴും എടുക്കുമ്പോൾ അതേമാതിരി കയ്യെ കൊണ്ട് ഈ കുറ്റിയുടെ രണ്ട് ഭാഗം, ഈ തോലിൽ മുട്ടുന്ന ഭാഗമാണ് ഇതിൽ നമ്മൾ കൈ കൊണ്ടുവന്ന് തുടയ്ക്കണം. കാരണം ഇതിൽ മണ്ണോ മണൽത്തരിയോ വേറെ എന്തെങ്കിലും കരട് വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ തോലിലേക്ക് സ്പർശ ചെയ്യുമ്പോൾ ചിലപ്പോൾ തോല് പൊളിയാൻ സാധ്യതയുണ്ട്. കാരണം തോലെന്ന് പറഞ്ഞാൽ വളരെ പേപ്പറിനേക്കാൾ വളരെ നൈസായിട്ടുള്ള തോലാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ബാഗൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, ആ ബാഗിൻ്റെ ആ സൈസ് ചെറിയ നൈസ് പേതാണ്. അപ്പോൾ അത് പൊട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കുറ്റി എടുത്തു. അതേമാതിരി ഇടത്തെ കൈ കൊണ്ട് നമ്മളിത് കുറ്റി ഇങ്ങനെ പിടിക്കും, വളയത്തെ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ കുറ്റി എടുത്ത് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ചു. ഇറക്കി വെച്ച് രണ്ട് ഭാഗം, അതായത് ഈ വട്ടം നമ്മൾ ശരിക്കും കുറ്റി വട്ടത്തിൻ്റെ നടുവിലായിരിക്കണം. കുറ്റി വയ്ക്കുമ്പോൾ രണ്ട് ഭാഗത്തും അതേമാതിരി ആയിരിക്കണം. എന്നിട്ട് ഈ ഭാഗം ഇതാണ് ഇതിൻ്റെ സെൻട്രൽ പോയിന്റ്. നമ്മൾ എപ്പോഴും കോർക്കാൻ തുടങ്ങുമ്പോൾ ഇതാണ് സെൻട്രൽ പോയിന്റ്. ഇതിൽ തന്നെ ഇത് കാണിച്ചു തരാം. ഇതിൽ തന്നെ രണ്ട് ഒരു നമ്മുടെ നൂലിൻ്റെ നമ്മൾ ഇതേമാതിരി നൂലിൻ്റെ ഇപ്പോൾ ആ നൂലിൻ്റെ ഒരു എൻഡാണത്. ഇതൊരു എൻഡാണ്. ആ എൻഡിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം വെച്ചാൽ, ഇത് പവിത്രക്കെട്ട് പറഞ്ഞു. ഇതിന് പവിത്രക്കെട്ട് എന്നാണ് പറയുക. ഇതത് ആ പവിത്രക്കെട്ട്, അതിൻ്റെ നമ്മളൊരു ഡിസൈനായിട്ട് ആ പവിത്രക്കെട്ട്, പിന്നെ മാത്രമല്ല കൊട്ടുന്ന ഭാഗം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പൂ പോലെ നമ്മൾ അവിടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്.
അതെങ്ങനെ പവിത്രക്കെട്ട് എങ്ങനെയാ വെച്ചാൽ ഇതാണ് നൂലിൻ്റെ എൻ്റെ എങ്കിൽ ഇതാണ് നൂലിൻ്റെ ഇങ്ങനെ ഇതല്ലേ നൂല്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഇവിടെയാണ് ആ പൂവ്, ഇതിലാണ് പൂവ് വന്നിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചുരുക്കൊന്നും വരാതെ കെട്ടൊന്നും മേലേക്ക് മേലെ വരാതെ ഇങ്ങനെ കെട്ടുന്നതിനെയാണ് പവിത്രക്കെട്ട് എന്ന് പറയുന്നത്. ഇതാണ് പവിത്രക്കെട്ട്. ഈ പവിത്രക്കെട്ടിന് പുറമെ ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഈ പവിത്രക്കെട്ട് പാടില്ല. കാരണം ശുദ്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു വാദ്യമാണ് ഇടയ്ക്ക. അപ്പം അതിന് നമ്മൾ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, അതേമാതിരി തന്നെ അത് കഴിച്ചിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ അതിന് ഇങ്ങനെ എടുത്തിട്ട് ആ പവിത്രക്കെട്ടിനെ തിരിച്ച്, ആ പവിത്രക്കെട്ട് എന്ന് പറയുന്ന സാധനത്തിനെ തന്നെ തിരിച്ചിട്ട് ഇങ്ങോട്ട് ആക്കി. അത് മാത്രമല്ല അതിൻ്റെ കൂടെ വീണ്ടും ഒരു കെട്ടുകൂടി അപ്പം ഇങ്ങനെ രണ്ട് വിധമുണ്ട്. ഇത് നമ്മൾ പവിത്രക്കെട്ട് ഉപയോഗിക്കാൻ നമുക്ക് അവകാശം ശരിക്കും മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്കും അതേപോലെ തന്നെ ക്ഷേത്രാദി ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഇടയ്ക്കലുള്ളൂ. അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ ശിഷ്ടം. അപ്പം ഇതാണ് പവിത്രക്കെട്ട്. ഇനിയിപ്പോൾ ആ പവിത്രക്കെട്ടാണ് നമ്മൾ ആ പൂവിൻ്റെ കൂടെ തന്നെ നമ്മളത് കെട്ടിവെച്ചിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്കാന്നൊക്കെ പറയുമ്പോൾ സത്യമുള്ള ഒരു വാദ്യമാണ്. അതിന് ഒരുപാട് ആചാരങ്ങളും ഒരുപാട് സങ്കല്പങ്ങളും വിശ്വാസങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ കൊണ്ടുപോകാം. പക്ഷെ അത് നമ്മൾ നിയമമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നില്ല. ഒന്നും നമ്മൾ ഈ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ അതെല്ലാം വിശ്വാസങ്ങളുമാണ് ആചാരങ്ങളുമാണ്. പക്ഷെ അത് നിയമമല്ല എന്നുകൂടി പറയട്ടെ. അപ്പം ഇതാണ് നമ്മൾ കിടക്കാം. എന്നിട്ട് ആ കോർത്ത് നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ മുകളിൽ കൂടെ വെച്ചു, മുകളിൽ കൂടെ ഇങ്ങനെ നൂല് ഇറക്കി ഇങ്ങനെ അടിയിൽ കൂടെ അങ്ങനെ പുറത്ത് വരികയാണ്. ഇതാണ് ഇടയ്ക്കര. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വലത്ത് പൊട്ടിക്കുക ഇങ്ങനെ വന്നു ഇങ്ങനെ. അപ്പം ഇതിന് മുകളിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിയിൽ കൂടെയാണ് എടുക്കുക. ഈ നൂല് ഇങ്ങനെ വന്ന് അടിയിൽ കൂടെയാണ് എടുത്തിട്ട് പിന്നെ വീണ്ടും മുകളിൽ കൂടെ വീണ്ടും അടിയിൽ കൂടെ അങ്ങനെ മുകളിൽ കൂടെ അങ്ങനെ ചുറ്റും വന്നു. എന്നിട്ട് അവസാനം വരുന്ന അതിനെ നമ്മൾ അത് രണ്ട് ചരടായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ അവസാനം വരുന്നതിനെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ രണ്ട് ചരടിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് അവിടെ വയ്ക്കുക. അപ്പോൾ തൽക്കാലം ഇനി നമുക്ക് ബാക്കി കോർക്കാം. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഇടത്തെ കൈയിനെ നമ്മൾ ഇങ്ങനെ വെച്ചു, ഇടത്തെ കൈയിനെ ഇങ്ങനെ വെച്ച് വല്ല ഈ ചരടിനെ വലിക്കുന്നു. ആ ടൈറ്റ് ചെയ്യണം കേട്ടോ. അത് ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് ആ ലൂസായ ബാക്കി വന്ന് ചിലത് ഇങ്ങനെ വന്നില്ലേ, അതിനെ വന്നു കഴിഞ്ഞാൽ അതാ നമ്മളതിനെ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, കണ്ടോ ഇങ്ങനെയല്ല നിൽക്കുന്നത്. ആ സാധനത്തിനെ നമ്മളിതാ നോക്കിക്കോളൂ. ഈ കെട്ടാണ് പ്രാധാന്യം. ഇതിനെ നമ്മളിതാ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൂം ചെയ്തോ ഇതാ ഇങ്ങനെ വന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഈ കെട്ടിനെ നമ്മൾ ഈ ചരടിനെ മുകളിലോട്ട് വലിച്ച ആ ടൈറ്റായി. ഇതാണ് കെട്ടുന്നതിൻ്റെ ഇത്. അത് കഴിഞ്ഞാൽ മെല്ലെ ഇടയ്ക്ക് ഒന്ന് എടുക്കുക അടുത്തേക്ക് കൊണ്ട്. അപ്പോൾ ഇതാ കണ്ട കുറച്ച്
ഈ മാറ്റങ്ങളുണ്ട്. വി പോലെ കറക്റ്റ് ഈ ചരടുകളെല്ലാം വി പോലെ നിൽക്കണം. ഇതെല്ലാം കണ്ട് അവിടെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് വി പോലെയല്ല, അതിന് കോട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലേശം ഈ ഇടയ്ക്കിടെ ഈ വട്ടത്തിനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ തിരിച്ചാൽ മതി. എന്നിട്ട് നോക്കുമ്പോൾ ഒരെണ്ണം നോക്കിയാൽ തന്നെ അറിയാം എല്ലാം പിന്നെ വി പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിന് അങ്ങോട്ട് അങ്ങനെ തിരിക്കുമ്പോൾ മാറണേണ്ട, ഇങ്ങനെ തിരിക്കുമ്പോൾ അത് ഇങ്ങനെ തിരിച്ചിട്ട് അതിനെ ക്ലിയർ ചെയ്യാം. ആ വി പോലെ ആക്കണം, എല്ലാ രണ്ടും ഒരേപോലെ ഇരിക്കണം. വീണ്ടും നമ്മളിത് താഴ്ത്തി വെച്ചു. വീണ്ടും നമ്മൾ ഒന്നുകൂടി അതായത് എപ്പോഴും ഇടയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ചായിട്ട് ചെയ്യാവും, വലിക്കാവും. വീണ്ടും നമ്മളിത് വലിച്ചില്ല. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനി ആ കെട്ട് അയക്കേണ്ടതൊന്നും കാര്യമില്ല. എങ്ങനെയല്ലേ ആ വലുവ് ഇപ്പോൾ നമ്മുടെ ഇടത്തെ കയ്യിലാണ് നിൽക്കുക. നമ്മൾ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവന്ന വലുവിൻ്റെ ചട് നമ്മളിപ്പോൾ ഈ കയ്യിലാണ് നിൽക്കണം. വലുവ്, ആ വലുവ് നമ്മൾ ആ കൈ കൊണ്ട് തന്നെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ നൂലിൻ്റെ ഈ കെട്ടിനെ മെല്ലെ ലൂസാക്കുന്നത്. ലൂസാക്കിയിട്ട് ഈ ചരട്, ഈ നമ്മൾ ഇടത്തേക്കൈ പിടിച്ച ചരടുണ്ടല്ലോ, ആ ചരട് എങ്ങനെ വന്നിരിക്കുന്നത് കണ്ട, ആ ചരട് എങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തിരിക്കില്ല. അതിനിതാ വലത്തേക്കൈ കൊണ്ട് ആ ചരടിനെ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ലൂസ്, നമ്മൾ വന്ന ലൂസ് ആ ചരട് വീണ്ടും നമ്മളതിലേക്ക് വന്നു, വീണ്ടും തിരി പിടിച്ചു ടൈറ്റ് ചെയ്തു, മുകളിൽ പിടിച്ച് ടൈറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഇടയ്ക്കിടെ ഒരു ഇതായി. എന്നിട്ട് നോക്കാം, ഇടയ്ക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേ ഭാഗയിൽ വലുതായിരിക്കണം. ഈ എല്ലാ ചരടും, ഈ 6 ചരടിനും ഒരേ വലുതായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ലേശം കൂടി വലിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ മെല്ലത് അങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചിട്ട് ഇത്രയും ലൂസ് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ലൂസിനെ നമ്മൾ അങ്ങനെ മെല്ലെ കൈ, അത് ലൂസാവാൻ പാടില്ല. ആ ടൈറ്റ്, ഈ ലൂസ് ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതിനിങ്ങനെ മെല്ലെ വെച്ച് ഈ ചരടിനെ കൊണ്ട് ഇതായിക്കാരനെ കൊണ്ട് വലിച്ച് കയ്യിലേക്ക് വന്നു ലൂസ്. വീണ്ടും അതേമാതിരി ആ കെട്ടിനെ മെല്ലെ ലൂസ് ചെയ്ത് വലത്തേക്ക് കൊണ്ട് ആ ചരടിനെ വെച്ചപ്പോൾ ആ ലൂസ് മുഴുവൻ വന്നു. ആ ടൈറ്റ് ഇതിലേക്ക് വന്നു അല്ലേ. ഇപ്പം നോക്കുമ്പോൾ ലേശം കണ്ട, ഇവിടെ ഈ ലേശം കൂടുതൽ വലുവ് വന്നുണ്ട് ഇവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ നൂലിൽ ഈ കെട്ടിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇപ്പം നോക്കുക, ഇപ്പം എല്ലാവിടെയും ഒരേ വലുത്, എവിടെ നോക്കിയാലും ഒരേ വലുത്. ഇനി എന്ത് ചെയ്യണത്, എവിടെയെങ്കിലും ലേശം നമ്മുടെ കണ്ണിൽ കാണാത്ത ചിലപ്പോൾ ചില വലുവുകൾ എവിടെയെങ്കിലും ഒന്ന് കൂടുതലുണ്ട് പറഞ്ഞാൽ ഇനി ഒരു വേറൊരു സൂത്രം കൂടിയുണ്ട്. ഈ ചരടിനെ ഇങ്ങനെ ഇടാം, ഒരു 3 ചുറ്റ്. എന്നിട്ട് ഈ ഇത് തൂമ്പ് ഇങ്ങനെ പോയിട്ടോ, ഇതിൻ്റെ തൂമ്പിങ്ങനെ. എന്നിട്ട് ഈ സാധനത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കയ്യിലുണ്ടായിരുന്നതിനെ വലത്തെ കയ്യിലേക്ക്, ഇതിനെ ഇടത്തെ കയ്യിലേക്ക് ആക്കാം. എന്നിട്ട് ഈ ആയിക്കോളൂ.
ഇങ്ങനെ ആക്കി. അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ടൈറ്റിൻ്റെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ലേശം കൂടുതലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ടൈറ്റൊക്കെ പോയിണ്ടാവും. എല്ലാം തുല്യ വെയിറ്റായി വലുതായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്നില്ലേ, ഇങ്ങനെ വന്നു. ഇപ്പോൾ ഇനി ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് ഒരുപാട് വലിക്കരുത്, ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് എന്നിട്ട് ബാക്കിയുള്ള ചേട്ട ഇതിലേക്ക് നൂല് ജാസ് ചെയ്യണം. മൂന്ന് ചുറ്റേ പാടും. നമ്മൾ ഇത് ഇടയ്ക്കിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി അവസാനം നൂലിൻ്റെ വലിപ്പം നമ്മളിവിടെ കുറയ്ക്കും. 3 ചുറ്റ് കണ്ടല്ലേ, 3 ചുറ്റേ പാടും. അത് മേലേക്ക് മേലെ വരാതെ ലൈനായിട്ട് ചുറ്റണം. ചുറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് ഇവിടെ ഒരു കെട്ടായി ഞാൻ കെട്ടിയിട്ട്, അതായത് ആ നൂല് അങ്ങോട്ടും ഇങ്ങോട്ട് കൂടാതെ നമ്മളതിനെ നൂലിനെ കെട്ടി അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് പോസ് എന്താണ് അവിടെ. ഇനി കച്ച, ഇത് നമ്മൾ തോളിടുന്ന തോൾ കച്ച എന്നാണ് പറയുന്നത്, തോൾ കച്ച. അപ്പോൾ ഇതിൽ ഓരോന്നിലും പല ആൾക്കാരുടെയിലും ഓരോ ചരടേ കാണുള്ളൂ കേട്ടോ. ഇപ്പം നമ്മളിതിൽ 2 ചരടാണ്. ഒരു ഭാഗത്ത് 2 ചരട്, ഒരു ഭാഗത്ത് 2 ചരട്, അങ്ങപ്പുറത്ത് 2 ചരട്, അങ്ങനെ 4 ചരടാണ്. ഈ ഒരു ചരടാകുമ്പോൾ അതിന് ശരിക്ക് അതിൻ്റെ ബാലൻസിങ് നമുക്ക് ക്ലിയർ ആവില്ല. പിന്നെ അതിൻ്റെ വെയിറ്റ് നമുക്ക് ക്ലിയറായിട്ട് താങ്ങാൻ ഇടയ്ക്കൊക്കെ താങ്ങാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനാണ് 2 ചരട് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ 2 ചരടിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ഭംഗി എന്തെങ്കിൽ നമ്മളിങ്ങനെ നൂലിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് അതിനെ ഒരു ഭംഗിയാക്കി. ഇനി നമ്മൾ ആദ്യം കുറക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാച്ചാൽ തോളിനെ കറക്റ്റായിട്ട് നമ്മളിത് അതിനെ ഇങ്ങനെ തോളിലിട്ട് ഇനി 2 ഭാഗത്തേക്ക് പോകുന്ന ചരട് ഇങ്ങനെ നോക്കിപ്പോകും. 2 ഭാഗത്തേക്ക് പോകുന്ന ചരടിനെ 2 ഭാഗത്തേക്ക് ആക്കി വയ്ക്കുക, നിങ്ങൾക്ക് തെറ്റാതിരിക്കാനാണ്. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് വരും. അങ്ങനെ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം വെച്ചാൽ ഇനി നമ്മൾ തുടങ്ങുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ 2 ചരടുണ്ട് ആ കെട്ടിൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും പറഞ്ഞാൽ ആദ്യമേ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ആദ്യത്തെ അതിൽ 2 ചരടായിട്ടുള്ളത് അവിടെ ഉണ്ട്. അതിനെ ഇങ്ങനെ എടുത്ത് വെറുതെ ഒരു ചുറ്റിയിട്ട് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വെറുതെ ഒരു ചുറ്റി. അപ്പോൾ നമ്മളിവിടെ ഒരു ഏകദേശം ഒരു 4 ഇഞ്ചോ 3 ഇഞ്ച് ഇതാണ് നമ്മൾ തോളിൽ അവരവരുടെ ഇറക്കത്തിനുള്ള ഇതിൽ എത്രത്തോളം വിടണോ ചുരുക്കണോ എന്നുള്ളത് അവരവരുടെ നമ്മുടെ ശരീരത്തിലിടുമ്പോൾ തോളിൽ നിന്ന് ഇടുന്ന നമ്മുടെ ഇറക്കത്തിൻ്റെ തോതാണ്. ഇത് നമ്മൾ കൂടുതൽ വലിച്ചത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇറക്കം കുറയും. കുറച്ച് ഇറക്കം കൂടി വേണം പറഞ്ഞാൽ അതെ. അപ്പോൾ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വിടുന്ന ഭാഗം കൂടിയാണത് ഇത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു. വീണ്ടും ഈ 2 എണ്ണം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചരട് വരുന്നുണ്ട്, ആ ചരട് വിട്ടു. പിന്നെ അതിൻ്റെ 3ാമത്തെ ചരട് പിടിച്ചു. വീണ്ടും അതിൽ ഒന്നുകൂടി ചുറ്റി. വീണ്ടും ഒരു ചരട് വിട്ടു അതിൻ്റെ അങ്ങാപ്പുറത്തെ ചരടിൽ. എന്നിട്ട് അതിനെ അവിടെ 3ാമത്തെ ചുറ്റോടുകൂടി അതിനെ ബന്ത് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ബന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ച് ചുറ്റിയിട്ട് അങ്ങനെ വന്നിരിക്കുകയല്ലേ. ഇനി ഇതെങ്ങനെ പിടിച്ചിട്ട് ഇതെങ്ങനെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചരടിൽ നിൽക്കാവൂട്ടോ. അതങ്ങനെ പിടിച്ച് ഇങ്ങനെ കെട്ടിയിടുക. ഇങ്ങനെ കെട്ടിയിടുമ്പോൾ എന്താ ഗുണമെച്ചാൽ ഈ ചരടിനെ അങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കെട്ടങ്ങ് അഴിയും. അതിനുള്ള എളുപ്പ വഴിയാണത്. ഊരാക്കി കൊടുക്കുക അതല്ല,
നമ്മളത് അഴിക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു ഇതാണ്. ഇതിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടങ്ങടെ അടിയും. അതേമാതിരി ഇനി ഇങ്ങാപ്പുറത്ത് ഇനി ഈ നമ്മൾ തോൾക്കച്ചയുടെ ഈ ഭാഗം ഈ സൈഡ് അതേമാതിരി എങ്ങനെയാണെന്ന് വെച്ചാൽ അതേമാതിരി തന്നെ ഇവിടെ അത് എത്രയല്ല വിട്ടിരിക്കുന്നത് അതേമാതിരി തന്നെ ഇവിടെയും വിട്ട് അപ്പോൾ ഇവിടെ ഈ 2 ചരടിലല്ലേ, ആ 2 ചരട് കഴിഞ്ഞത് അവിടെ ഒരു ചരടുണ്ട് താഴോട്ട് വരുന്നുണ്ട്, ആ ചരട് വിട്ടു. വീണ്ടും അതിൻ്റെ ഇങ്ങാപ്പുറത്തെ ചരടേക്ക് പിടിച്ചില്ല, ഒന്ന് വിട്ട് നോക്കണം, ശ്രദ്ധിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഒരു ചരട് വിട്ടിട്ടായിരിക്കും. ഇതാ ഈ ചരടിലാണ് ആദ്യത്തെ ഇത് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതായത് ഈ ചരടയിൽ വിട്ടു, വീണ്ടും നമ്മളിത് വീണ്ടും അടുത്ത ചരടിലേക്ക് പിടിച്ചു, ഒന്ന് ചുറ്റിയെടുത്തു. വീണ്ടും ഓരോ ചരട് ഇവിടെ ഉണ്ട് അടിയിൽ, അതിനെ വീണ്ടും വിട്ടു. എന്നിട്ട് മുകളിൽ കാണുന്ന അതിൽ വീണ്ടും ചുറ്റി. അതേമാതിരി തന്നെ വീണ്ടും അതേമാതിരി ഒന്ന് വിട്ട് ഒന്ന് കെട്ടി. അത് മൂന്നാമത്തെ ഇതിൽ വീണ്ടും അതിനെ ആ നേരത്തെ അങ്ങാപ്പുറത്ത് ബന്ദ് ചെയ്തിട്ട പോലെ ഈ ഇതിനെ നമ്മളവിടെ ഇതിനെ ബന്ദ് ചെയ്തു. അപ്പം മുകളിലത്തെ ഒരു ഭാഗത്തെ ഇത് നമ്മളവിടെ ബന്ദ് ചെയ്ത് കഴിഞ്ഞു, ഒരു ഭാഗത്തെ ബന്ദ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഭാഗത്തിന് ഇതേമാതിരി തന്നെ 2 ഭാഗമായിട്ട് മാറ്റുക. 2 ഭാഗമാക്കി മാറ്റി ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ആദ്യം ഇവിടെ ചുറ്റുമ്പോൾ സമയത്ത് ഇവിടെ നൂല് വിട്ടിട്ടുണ്ട് അല്ലേ, ഒരെണ്ണം വിട്ടിട്ടുണ്ട്, അതിൽ പിടിക്കുക. അതിൽ അടിയിൽ വരുമ്പോൾ അതിൽ മുകളിൽ ചുറ്റാത്ത ഏത് ചരടിലാണോ അതിൽ നമ്മൾ പിടിച്ചു. എന്താ വീണ്ടും അതേമാതിരി തന്നെ ഒന്ന് വിട്ടു, രണ്ടാമത്തെ. അപ്പോൾ അതിലും താഴത്തെ മുകളിൽ ചുറ്റി ഉണ്ടാവില്ല, ആ ചുറ്റി മുകളിൽ വന്നിട്ടുണ്ടാവില്ല. അതേമാതിരി അതിൽ വീണ്ടും ഒന്നുകൂടി നമ്മൾ ചുറ്റി, ഒന്ന് വിട്ട് ഒന്ന് ചുറ്റി, അതിനെ ബന്ദ് ചെയ്തിട്ട് അവിടെ ബന്ദ് ചെയ്തു. ഇനി ഒരു ഭാഗത്തേക്ക് കൂടി പോകാനുണ്ട്. ഇനി ആ ഒരു അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നൂലിനെയൊക്കെ വേണിച്ചാൽ അതാ അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കാതിരിക്കുക. അതിനെയൊക്കെ ഇങ്ങോട്ട് വൃത്തിയായിട്ട് അതിനെയൊക്കെ മുകളിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ അതവിടെ കിടന്നോളും. ഓക്കെ, എല്ലാം അവിടെ കിടന്നു. ഇനി അടുത്തത് ഈ ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ 2 ഈ ചരടല്ലേ, ആ ചരട് ഇവിടെ അല്ലേ, അതിൽ ഇത് വിട്ടു. അപ്പം ഇതിൽ മുകളിൽ ചുറ്റു വന്നിട്ടുണ്ട്, അപ്പോൾ അത് വിട്ടു, ഇതിൽ പിടിച്ചു. വീണ്ടും ഒന്ന് വിട്ടു. ഇത് മുകളിൽ ഇവിടെ ചുറ്റിയുണ്ട്, ഈ ചരടിൽ മുകളിൽ ഇവിടെ ചുറ്റു വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് വിട്ടു, അതിൽ പിടിച്ചു, അതിൽ ചുറ്റില്ല. 2 ചുറ്റായില്ലേ, മൂന്നാമത്തെ അതിലും ഇതേമാതിരി ഇതവിടെ കെട്ട് വന്നിരിക്കുകയാണ്, ഈ ചരടിലാണ് കെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അങ്ങാപ്പുറത്തേക്ക് പിടിച്ചു, അതിൽ 3 പിടിച്ചു. ഇനി ഇതിന് അവിടെ 3 ചുറ്റായി ഇതിന് ബന്ദ് ചെയ്തില്ല, ഇങ്ങനെ ബന്ദ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക ഇപ്പം നിൽക്കുന്നത് എല്ലാം നൂലൊക്കെ ബന്ദ് ചെയ്തു. ഇനി ഇതിന് നമ്മൾ തോളിടുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പോൾ ഈ നൂല് ഈ ചരടുകൾ ഈ രണ്ട് ഇത് വന്നത് എല്ലാ ചരടിലും ബന്ധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തോളിലിട്ടിട്ട് നമ്മളിതിങ്ങനെ ആക്ഷൻ കൊടുക്കും. ആക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ വലിവ് എല്ലാ ചരടിൽ കൂടെയും വലിവ് വരും, അല്ലാണ്ട് ഏതെങ്കിലും ഒന്നിലായിരിക്കില്ല. പിന്നെ
പിന്നെ എപ്പോഴും ഭംഗിയാണ് ഇടയ്ക്ക എന്ന് പറയുന്നത്, സുന്ദരിയായിരിക്കണം. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ഏകദേശം ഇതിനെല്ലാം ലൈനാക്കി വെക്കണം. 3 ലൈനായിരിക്കണം. തറപുറന്ന് വെക്കാൻ പാടില്ല. ഇങ്ങനെ 3 ലെയറായിട്ട് തന്നെ അത് കാണണം. അപ്പോൾ അതിനൊരു വേറൊരു ഭംഗി തന്നെ ഉണ്ടാവും. ഇടയ്ക്ക് കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഉണ്ടാവും. ഇതാണ് ഇത്. എന്താ ഇപ്പോൾ ഇടയ്ക്ക് കോർക്കുന്ന വിധം പഠിച്ചില്ലേ? ഇതാണ്. ഇത് നോക്കുന്നത് എങ്ങനെ നിൽക്കും. ഇതിപ്പോൾ എൻ്റെ ഭാഗത്തിന് എനിക്കറിയാം എൻ്റെ ഭാഗത്തിന് എങ്ങനെയാണ്. അതിനനുസരിച്ചിട്ട് കൈ കറക്റ്റ് നൂലൊക്കെ വിട്ടത് കൊണ്ട് എൻ്റെ ഭാഗമായി കറക്റ്റ്. ഇനി ഓരോരുത്തരുടെ ഓരോ ഭാഗം. അപ്പോൾ ഇവിടെ ഇത് പിന്നെ ഇത് ഇവിടുന്ന് ഈ ഇവിടെ കാണുന്ന ഈ ഗ്യാപ്പും ഇതും ഒരേപോലെ ഇരിക്കണം. ഇവിടെ കൂടുതൽ ഇവിടെ കുറവുമായിട്ട് നിൽക്കാൻ പാടില്ല. അത് പിന്നെ ഇടത്തെ കൈ വയ്ക്കുന്നത് ഇങ്ങനെ വന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തുണിയുടെ ഒരു ഇത് വെച്ചു അതിലേക്ക് കൈ ഇങ്ങനെ കയറ്റുക. അത് കയറ്റാതെ നമുക്ക് ഇടയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ പിടിച്ച് കുത്തിയെ പിടിക്കുമ്പോൾ ഇടയ്ക്ക് എല്ലാ ഭാഗവും. അപ്പോൾ ഇടയ്ക്ക് കോർക്കുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലായി. ഓക്കെ, ബൈ.